ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി മുഖേനയാണ് നിങ്ങൾ ഖത്തറിലേക്ക് ജോലിക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതല്ലെങ്കിൽ ഒരു കമ്പനി റിക്രൂട്ട്മെന്റ് ഏജൻസി മുഖേനയാണ് തൊഴിലാളികളെ ജോലിക്ക് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ബന്ധപ്പെടുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസി ഖത്തർ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ രജിസ്ട്രേഡ് ആണോ, ലൈസൻസ്ഡ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കി ഉറപ്പുവരുത്തണം. അതിന് വളരെ എളുപ്പമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മിനിസ്ട്രി ഓഫ് ലേബർ ഒരു ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് എല്ലാ ലൈസൻസ്ഡ് റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെയും ഒരു ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾ ഖത്തർ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലിസ്റ്റ് നോക്കി നിങ്ങൾ ബന്ധപ്പെടുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസി രജിസ്ട്രേഡ് ആണോ, ലൈസൻസ്ഡ് ആണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അവരുമായിട്ട് ബന്ധപ്പെടുക. ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ കാര്യത്തിൽ ലൈസൻസ്ഡ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകത ഒരു തൊഴിലാളി ഖത്തറിലേക്ക് ജോലിക്ക് വന്നതിന് ശേഷം ആ തൊഴിലാളിക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് ഏജൻസി മുഖേന ഓഫർ ചെയ്തിട്ടുള്ള സാലറി ലഭിക്കുന്നില്ലെങ്കിൽ, ഓഫർ ചെയ്തിട്ടുള്ള സാലറിയേക്കാൾ കുറവാണെങ്കിൽ, അതുമല്ലെങ്കിൽ ഇപ്പോൾ ഈ ജോലിക്ക് വരുന്ന പ്രൊഫഷൻ ജോലിക്ക് വന്നതിന് ശേഷം മറ്റേതെങ്കിലും ജോലിയാണ് ഈ തൊഴിലാളികളെ കൊണ്ട് എടുപ്പിക്കുന്നതെങ്കിൽ, അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കും തൊഴിലാളിക്ക് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിക്കെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കമ്പനി തൊഴിലാളിയെ കൊണ്ടുവരികയാണെങ്കിൽ ആ തൊഴിലാളിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന ആ റിക്രൂട്ട്മെന്റ് ഏജൻസിയോട് കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ള നിബന്ധനകൾ, ഇപ്പൊ തൊഴിലാളി ഈ കമ്പനിക്ക് പെർഫെക്റ്റ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ കമ്പനി പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ തൊഴിലാളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എങ്കിൽ, അത്തരം സാഹചര്യങ്ങളിലും കമ്പനിക്ക് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിക്കെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രജിസ്റ്റേർഡ് ആയിരിക്കണം, ലീഗലായിരിക്കണം, ലൈസൻസ്ഡ് ആയിരിക്കണം ഈ റിക്രൂട്ട്മെന്റ് ഏജൻസി. ഓക്കെ, അത് ശ്രദ്ധിക്കുക.